ഇന്ന് ഇത് കണ്ടോ കളറ്, ഇതാണ് റാണി പിങ്ക്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബേബി പിങ്ക് എന്ന് പറയുന്നത് ഇതിനെയാണല്ലേ. അപ്പോൾ എല്ലാവരും വന്നിട്ട് പറയും ചേച്ചി അത് റാണി പിങ്കാണ്, ബേബി പിങ്ക് അല്ല എന്ന് പറയും. അതെ, ചില സമയത്ത് എൻ്റെ ഈ പിങ്കുകളൊക്കെ ഞാൻ ഈ കളറൊക്കെ ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. കാണുമ്പോൾ അങ്ങ് പോയി എടുക്കും എന്ന് മാത്രം. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലായിരുന്നു. ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഒരു കസിൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അവൾ എടുത്തതാണ്. ഈ കളറ് എനിക്ക് പച്ച ബ്ലൗസിൻ്റെ കൂടെയായിരുന്നു മോൾ ഇട്ടിരുന്നത്. അത് ഇനിയും കുറച്ചുകൂടെ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇന്നലെയുള്ള പച്ച ബ്ലൗസ് ഞാൻ കഴുകിയിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ഇട്ട് നോക്കിയതാണ്. അങ്ങനെ പെയർ ചെയ്തൊക്കെ നോക്കും ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. പറയാൻ വന്നത്, ഈ കോർപ്പറേറ്റ് ലൈഫെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കോർപ്പറേറ്റ് ലൈഫ്. അതെന്താണ് ഈ കോർപ്പറേറ്റ് ലൈഫ്? കോർപ്പറേറ്റ്സിൽ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ലൈഫിനെയാണ് കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മളുടെ മുഴുവൻ സമയവും മിക്കവാറും ഇങ്ങനത്തെ വലിയ വലിയ ഓർഗനൈസേഷൻസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മിക്കവാറും സമയങ്ങളെല്ലാം നമ്മൾ അവിടെ തന്നെയായിരിക്കും ചിലവഴിക്കുന്നത്. ഞാൻ ചെയ്തു കൂട്ടിയ ചില മണ്ടത്തരങ്ങളുണ്ട്, മണ്ടത്തരങ്ങൾ. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എല്ലാം എൻ്റെ വിജയങ്ങളും എൻ്റെ സാമർഥ്യവും മാത്രം അറിഞ്ഞാൽ പോരല്ലോ, എനിക്ക് പറ്റിയ അബദ്ധങ്ങളും അറിയണ്ടേ. ഇത് ഞാൻ വക്കീലായിട്ട് കുറേ നാൾ പ്രാക്ടീസ് ചെയ്തിരുന്നു മദ്രാസ് ഹൈക്കോടതിയിൽ. ആ സമയത്ത് ഒരു 8 വർഷത്തോളം, നമ്മൾ 8 വർഷം ആകും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച് വന്ന് നമുക്ക് തന്നെത്താനൊരു കേസ് നടത്താനുള്ള ത്രാണിയൊക്കെ ആകുമ്പോഴേക്കും. ആ 8 വർഷം ഞങ്ങൾ കോടതി വരാന്തകളിൽ ചുറ്റുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നമ്മളുണ്ടാകും, നമ്മുടെ ഇതേ പ്രായത്തിലുള്ള ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ചിലരിൽ അതിലൊന്ന് രണ്ട് പേരൊക്കെ ചില വേറെ സ്ഥലങ്ങളിൽ പോയി ജോലി ചേർന്ന് കഴിഞ്ഞപ്പോൾ അവരവിടെ ബോസ്സായിട്ടുണ്ടാവും. നമ്മളെ അവിടെ അങ്ങനെ ഒരു ഇടത്തിൽ ഇൻ്റർവ്യൂവിന് വിളിച്ച് നമുക്ക് ജോലി കിട്ടുകയാണ്. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പം അവിടെ എൻ്റെ ബോസ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായിരുന്നു. ഏത് പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും നമ്മളുടെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ജോലിക്ക് ചേരുകയാണ്. സെക്കൻഡ് പാർട്ടിൽ ജോലിക്ക് ചേർന്ന് കഴിയുമ്പോൾ ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന കൂട്ടുകാരിയാണ് നിങ്ങളുടെ ബോസ് എങ്കിൽ സൂക്ഷിക്കണം. കാരണം അവർക്ക് നിങ്ങളുടെ വൾണറബിലിറ്റീസ് എല്ലാം അറിയാൻ പറ്റും, നിങ്ങൾ എവിടെയാണ് വീക്ക് എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. കാരണം നമ്മൾ പോയി നമ്മുടെ കൺഫസ് ചെയ്ത് കാണും കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫിനാൻസ് ഡിസ്കസ് ചെയ്യാൻ പാടില്ല, ബോസുമായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ നല്ല നിലയിലാണെങ്കിൽ ഒട്ടും കാണിക്കരുത്, ഒട്ടും ഇല്ല എന്നുള്ളത് അതും കാണിക്കരുത്. അതിൽ 2 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നല്ല നിലയിലാണ് നമ്മളെങ്കിൽ, ഒരുപാട് നല്ല ഹസ്ബൻഡിന് നല്ല ജോലിയാണ്, നല്ല ശമ്പളം ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ ഈ ബോസിൻ്റെ ഹസ്ബൻഡിന് അത്ര ശമ്പളം ഇല്ലെങ്കിൽ നമ്മൾ ഈ ശമ്പളത്തെ പറ്റി അവിടെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ അസൂയ, അതാരാണെങ്കിലും നമ്മൾ എത്ര നല്ല ആളാണ്, നല്ല മനുഷ്യനാണോ, നല്ല രീതിയാണെന്നൊക്കെ അറിഞ്ഞാലും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അവർക്ക് ഒരുപക്ഷെ അവരുടെ ചില ആളുകൾക്ക് കേട്ടോ, ചില ആളുകൾക്ക് നമ്മുടെ ഡ്രസ്സിങ് ആയിരിക്കും, സാരികളും അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് കാണുമ്പം ദേഷ്യം വരുമായിരിക്കും. ഞാൻ ഇവർക്ക് ഇവിടെ ജോലി കൊടുത്ത് ഇവരുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് ജോലി എടുത്ത് കൊടുത്തിട്ട് ശമ്പളം കിട്ടുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ പോയി സാരി വാങ്ങിക്കുന്ന പാർട്ടി എന്ന് കരുതി അവർക്ക് അതിനും ഒരു ദേഷ്യം വരാം. മൂന്നാമത്, നിങ്ങൾക്ക് വളരെ നല്ല ബുദ്ധിപരമായിട്ട് അവരെക്കാളും മുന്നിലാണ് നിങ്ങളെങ്കിൽ ഒരുപാട് വിജ്ഞാനകോശമായിട്ട് അവിടെ നടക്കരുത്. ഞാനിത് 3ഉം ചെയ്തിട്ടുണ്ട്. എൻ്റെ വാർഡ്രോബ് വളരെ പരിമിതമായിരുന്നു ആ സമയത്ത്. ഞാൻ കോടതികളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന പൈസയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞെരുങ്ങി ജീവിക്കുന്ന സമയത്ത് കോട്ടൺ സാരീസാണ് ഞാൻ വാങ്ങിക്കാറ്. അത് വൈറ്റാണ് വാങ്ങിക്കാറ് കോടതി പോകാൻ വേണ്ടിയിട്ട്. നല്ല സാരികളാണ് അപ്പോൾ വാങ്ങിക്കുക. അപ്പോൾ ഈ കോർപ്പറേറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ വെളുത്തത് തന്നെ ഉടുത്തുകൊണ്ട് പോകണമെന്നില്ല. അപ്പോൾ ഐ ഹാവ് ടു സ്റ്റാർട്ട് ബൈയിങ് ഇങ്ങനെ കളറുള്ള സാരികൾ മേടിക്കേണ്ടി വരും. അന്നൊരു ഇങ്ങനത്തെ ഒന്നും ഉടുക്കാറില്ല കേട്ടോ. ഇതൊക്കെ കല്യാണങ്ങൾക്കും അങ്ങനെയുള്ള ഫങ്ഷൻസിന് വേണ്ടിയൊക്കെ ഉടുത്താണ്. ഇതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഉടുത്തത്. പിന്നെ ഞാൻ മാറിപ്പോകുന്നത് കണ്ടോ. അപ്പോൾ പറഞ്ഞു വന്നേ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോക്കസ് എന്താണ്? നമ്മളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ നോക്കും. നമ്മൾ വ്യക്തിത്വ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡ്രസ്സ് നന്നായിട്ട് ധരിക്കും.
പാരലറിൽ പോകും, പിന്നെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസിന് പോകും. ഞാൻ ഒരു പടിയും കൂടി പൈസ കൊടുത്ത് ഞാൻ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ സ്പീച്ചെല്ലാം കേൾക്കാൻ പോകാറുണ്ട്. വലിയ വലിയ ഹോട്ടൽസിലൊക്കെ അവർ 5000 അന്നത്തെ ഫീസൊക്കെ. അപ്പം നമുക്ക് 30-40 ശമ്പളം കിട്ടണവർ ഒരു 5000 അതിൽ നിന്ന് എടുത്തുകൊണ്ട് ആ ഫീസ് കെട്ടിയിട്ട് ഈ മോട്ടിവേഷൻ കേൾക്കാൻ പോകുന്നതൊക്കെ ഇല്ലേ, അതൊന്നും ചിലപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഞാനിങ്ങനെ പോയിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടായ്മ വരുന്നത് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ. ചിലർക്ക് അതൊരു ഇതാണ് ഇങ്ങനെ വരുമ്പോൾ. പിന്നെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളുടെ അടുത്തുനിന്ന് അത്രയും ജലസി ഉണ്ടായിട്ടില്ല കേട്ടോ. സ്ത്രീകളുടെ അടുത്താണ് ജലസി. ആണുങ്ങളുടെ അടുത്തുനിന്ന് ജലസി അങ്ങനെയുള്ള ആണുങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അവനവനിൽ തന്നെ വിശ്വാസമില്ലാത്ത ചില ആണുങ്ങളുണ്ട് ബോസായിട്ട് വന്നിരിക്കണം, അവർക്കാണ് ജലസി ഉണ്ടാവുക. അതേസമയം രവിശങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ബോസ് ഉണ്ടായിരുന്നേ. പുള്ളി നല്ല വ്യക്തിത്വമാണ്, നല്ല എന്താ പറയുക അവഗാഹമുണ്ട്, ഇംഗ്ലീഷിലും ലാംഗ്വേജ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ട് പുള്ളിക്ക് നമ്മൾ ആര് നല്ല സാരി ഉടുത്ത് ചെന്നാലും കൊള്ളാം, ചെന്നില്ലെങ്കിലും കൊള്ളാം, പുള്ളി മൈൻഡ് ചെയ്യില്ല. ഇൻ ദ സെൻസ് നമ്മൾ സാരിയൊക്കെ കൊടുത്ത് മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് വേറെ ആളുകളുടെ ചിന്തകൾ കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ തൃണവൽഗണിച്ചേക്കണം. അതൊക്കെ നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വ്യക്തിത്വമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് വേണം. പക്ഷേ പറഞ്ഞു വന്നത് ഇപ്പോൾ ആ ലേഡി ബോസിൻ്റെ അടുത്ത് ഹസ്ബൻഡിൻ്റെ സാലറി പറയരുത്, പിന്നെ ഹസ്ബൻഡിന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി, അതുകൊണ്ട് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ തന്നെ വേണം കൊച്ചിൻ്റെ കാര്യം നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അതും ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ എല്ലാം ഇങ്ങനെ ആലോചിക്കും. എനിക്കൊരു ദിവസം അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യണം എന്നെ പറ്റിയിട്ട്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നീട് അത് അറിയുകയുണ്ടായി. ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ആകേക്ക് കൊണ്ടുപോകാം US കോൺഫറൻസിന്. അവരുടെ ഇവിടെ ഇപ്പം 4-5 വർഷമായില്ലേ എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വഴിക്കാൻ എൻ്റെ ഫീമെയിൽ ബോസ് പറഞ്ഞതെന്താണെന്നറിയോ, അയ്യോ അവരുടെ ഹസ്ബൻഡ് ഇപ്പം റഷ്യയിൽ എവിടേക്കോ ജോലിക്ക് പോയിരിക്കുകയാണ്, അപ്പം ഇവൾക്ക് വീട് വിട്ടിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുട്ടി തന്നെയായിരിക്കും. പിന്നെ അതുമാത്രമല്ല ചിലപ്പം അവൾ ചിലപ്പോൾ ജോലി വിട്ടിട്ട് അങ്ങോട്ടൊക്കെ മാറിയേക്കാം, അപ്പം നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, അവളുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം എന്നെ അവർ കൊണ്ടുപോയില്ല. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത് കേട്ടോ. ആ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിവിടെ 5 വർഷമായി, എൻ്റെ കൂടെയുള്ള വേറെ ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു US പോകാനായിട്ട്, എന്നോട് ഇതുവരെ വിസ അപ്ലൈ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ പ്രാവശ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞു, അവരെന്നെ എടുത്തില്ല. ആ മീറ്റിങ്ങിൽ എന്നെ എടുത്തില്ല. അപ്പോൾ ഇവിടെ പോകേണ്ട സമയം മെയ് മാസത്തിലാണ് ഈ കോൺഫറൻസ് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും പോകുന്നു, ഇപ്പോൾ നമ്മളില്ലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമായിട്ട് 5 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും ചെയ്തിട്ടും അവർക്ക് എന്താണ് എന്നോടൊരു ഇതെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ബോസ് എന്ന് പറഞ്ഞ ആൾ ലീവിന് പോവുകയാണ്. അതാണ് ആലോചിച്ച് നോക്കണം, യൂണിവേഴ്സിൻ്റേത് 2 ആഴ്ചത്തേക്ക് പുള്ളിക്കാരത്തിൽ ലീവിന് പോവുകയാണ്. അവരുടെ ആനുവൽ ലീവൊക്കെ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് എവിടെയോ ടൂർ പോയി കഴിഞ്ഞപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് അതാ പറയണേ, യൂണിവേഴ്സിന് അറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തരേണ്ടതാണെങ്കിൽ അത് തന്നിരിക്കുമെന്ന് പറയണത്. അതാണ് ഞാനിങ്ങനെ എൻ്റെ ജോലിയിൽ വ്യാപൃതമായിട്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലയൻസൊക്കെ വരില്ല എന്ന് വിചാരിച്ചാണ് അവർ പോയതെന്ന് തോന്നുന്നു. കുറേ ക്ലയൻസ് ആ സമയത്ത് വരികയുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രമാദമായിട്ടുള്ളൊരു കേസ് സോൾവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാനാണ് അവിടെ ഉള്ളൂ, സീനിയറായിട്ട് പിന്നെ ഞാനുള്ളത്. അപ്പോൾ ആ ഓണർ ലേഡി, ആ ഫേമിൻ്റെ ഓണറും ഒരു വൈറ്റ് ലേഡിയാണ്, ഫോറിനറാണ്. പുള്ളിക്കാരതി വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി, ഞാനത് നീറ്റായിട്ട് ചെയ്തു കൊടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ അത് കോടതികളിൽ പോകേണ്ട കേസൊന്നുമല്ല ഇവിടെ നമ്മൾ നോക്കുന്നത് കേട്ടോ. അത് വേറെ ഒരു ടിപ്പിക്കൽ ടൈപ്പ് കേസാണ്, അതിന് പാറ്റൻറ്റിൻ്റെ കേസുകളിലേക്കാണ്. അപ്പം അത് ഫയൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ലീഗൽ അഡ്വൈസ് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം നേരെയായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾ എന്നോട് എനിക്കൊരു മെയിൽ അയച്ചു, വെരി ഗുഡ്, യു ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ എന്നും പറഞ്ഞ് ഫേമിലെ ഹെഡ് ലേഡിയില്ലേ ഫോറിനർക്കും അയച്ചു കൊടുത്തു.
അപ്പം തന്നെ അവരെന്നെ വിളിച്ചു, ഇവർ വരുന്നതിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ആകെ ജസ്റ്റ് ഗീവ് യു പാസ്പോർട്ട് ആൻഡ് എവറിത്തിങ്, ലെറ്റ് us ഗോ ടു US ദിസ് ടൈം. US ഓഫീസിലേക്ക് ഇപ്പം തന്നെ കൊടുത്താൽ മെയ്യൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിസ അടിച്ച് വരുള്ളൂ, ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവും, യു ഗോ ആൻഡ് അപ്ലൈ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അത് അന്ന് ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോയ സമയത്തെ വെറുതെ ഞാൻ ആലോചിക്കുകയായിരുന്നു വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം ഇരുന്ന് ആലോചിച്ചു, ദൈവം എന്നാലും ഞാൻ ഇത്രയൊക്കെ എനിക്ക് അതായത് ഈ എനിക്കൊരു നല്ല വർക്കാണെന്നും പറഞ്ഞ് മെയിൽ വന്നല്ലോ വൈകുന്നേരം. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ തിരിച്ചു പോയിട്ട് ഞാൻ എത്ര ചെയ്തിട്ട് എന്തായാലും എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ, അതെൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് നാമം ജപിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ജോലിക്ക് പുറപ്പെടാറുള്ളൂ. അത് നിങ്ങൾ എന്നും എന്ത് ജോലിക്ക് ഇറങ്ങുമ്പോഴും 10 മിനിറ്റ് ദൈവമായിട്ട് സംവദിക്കണം. 11 മിനിറ്റാണ് അരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ കിട്ടിയതല്ലേ, ഒരുപക്ഷെ ഇന്ന് അവർ വിളിക്കും എന്നെ, മിസ്സസ് അവരുടെ പേരെങ്ങനെയാണ്, അവർ വിളിക്കും എന്നെ, വിളിച്ചിട്ട് പറയും കം ലെറ്റ്സ് ഗോ, നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വണ്ടിയൊക്കെ എടുത്ത് അവിടെ ചെല്ലുന്നു, പാർക്ക് ചെയ്ത് അവിടെ ചെന്നിരിക്കുമ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞില്ല. നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്നല്ല, എൻ്റെ അന്നൊക്കെ ലാൻഡ് ലൈനും ഫോണൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും. എനിക്ക് ഫോൺ റിങ് ചെയ്യണം എൻ്റെ മേശയുടെ മുകളിൽ. ഞാൻ എടുത്തപ്പോൾ ഹലോ കെൻ യു പ്ലീസ് കം ടു മൈ ക്യാബിൻ, അങ്ങനെയാണ് ചോദിച്ചത്. അവരുടെ സൗണ്ട് കേട്ടിട്ട് അവരോട് പറഞ്ഞു, സി ലിസൺ, യു നീഡ് ടു കം വിത്ത് അസ് ടു US ദിസ് ടൈം, ഡു യു ഹാവ് എനി പ്രോബ്ലം? ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം മിസ്സസ്, അങ്ങനെ ആ പേരാട്ടോ ഞങ്ങൾ പറയും, പ്ലീസ് കം ഹിയർ എന്ന് പറഞ്ഞ് പിന്നെ മോളിൽ ചെന്ന് ഡിസ്കസ് ചെയ്ത് പാസ്പോർട്ട് കൊടുത്ത് അങ്ങനെ എനിക്ക് വിസ അടിച്ച് വരുന്നതിന് മുമ്പൊക്കെ കുറേ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോകുന്നത് ലണ്ടൻ വഴിയൊക്കെയാണ്. എന്നാൽ ലണ്ടൻ ഇറങ്ങി എൻ്റെ കസിനെയും അരവിന്ദിൻ്റെ അനുജനൊക്കെ ആ സമയത്ത് മൂവ് ചെയ്ത സമയം, എല്ലാവരെയും കണ്ടിട്ട് വേണം പോയെന്നും പറഞ്ഞ് ഞാൻ അതൊക്കെ സെറ്റാക്കി. അന്ന് ഞാൻ ആദ്യമായിട്ട് US തനിച്ച് യാത്ര ചെയ്തു 2012. അപ്പോൾ ഇതൊക്കെ ഇത് 2012 അല്ല തോന്നുന്നു, 2010 ആ സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു തടയിട്ടത് കണ്ടപ്പോൾ മനസ്സ് നല്ലതായിട്ടിരുന്ന ആ തടയൊക്കെ മാറിപ്പോകുമെന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്? ആദ്യം ഞാൻ ഈ ആവശ്യമില്ലാത്ത സംസാരമൊക്കെ ഓഫീസിൽ ചെയ്തുകൊണ്ടല്ലേ, എൻ്റെ ഫ്രണ്ടല്ലേ എന്നോർത്ത് ഞാനങ്ങ് പറഞ്ഞു. പക്ഷേ എല്ലാവരും എല്ലായ്പ്പോഴും ഫ്രണ്ടായിട്ട് നിലനിൽക്കില്ല. അവരവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ മറികടന്നങ്ങ് പോകും. അവരെല്ലാ വർഷവും വിഭാജ്യ ഘടകമാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്ത്രീ അവരെല്ലാ വർഷവും ഇവരുടെ കൂടെ ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ല എന്ന് കരുതി. പിന്നീട് ഞാൻ പോയ കമ്പനീസിലൊക്കെ ഞാൻ എല്ലാ വർഷവും US ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അവിടുന്ന് മാറി. ഈ US പോയി വന്നു കഴിഞ്ഞതിന് ശേഷം വലിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. അവിടുന്ന് മാറേണ്ടി വന്നു. അവിടുന്ന് ഞാൻ മാറി പിന്നെ പോയ കമ്പനിയിലും ഡെൻമാർക്ക്, സ്വീഡൻ, അങ്ങനെ കുറേ യാത്രകൾ എനിക്ക് എൻ്റെ ജോലി വഴി ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കോർപ്പറേറ്റ് ലൈഫിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊന്നും തന്നെ ആരോടും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി ജോലി ചെയ്യാതിരിക്കാനാണ് നോക്കേണ്ടത്. ശരിയാണ്, അവിടെ പെട്ടെന്ന് ജോലി കിട്ടി ഫ്രണ്ടിൻ്റെ മൂലമായിട്ട്, അത് ഗ്രാറ്റിറ്റ്യൂഡാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ലക്ഷ്മണ രേഖ എല്ലായിടത്തും വെക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, എവിടെയാണ് അവരത് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ വരെ അവർ പറഞ്ഞുണ്ടാക്കും. നമ്മളോടൊരു ജലസിയും നമ്മളോടൊരു ദേഷ്യവും വിദ്വേഷവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പാടാണ്. കോർപ്പറേറ്റ് ലൈഫാണെങ്കിലും ഫാമിലി ലൈഫാണെങ്കിലും. അപ്പോൾ കഴിയുന്നത്ര നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കുകയും ഒരു വിധത്തിൽ മറ്റുള്ളവരുടെ കയ്യിലേക്ക് നമ്മളുടെ ബലഹീനതകളെ കൊടുക്കുകയും അരുത്. എൻ്റെ ബലഹീനത എൻ്റെ ഫാമിലി ആയിരുന്നു. ഐ വാസ് വൾണറബിൾ. എൻ്റെ മോളും ഞാനും ഒറ്റയ്ക്കാണ് അവിടെ നിന്നുള്ളത്. ഞാൻ എല്ലാവരോടും വിളംബരം ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു. ചെയ്യാൻ പാടില്ല. കാരണം ഈ ഫ്രണ്ട്സൊക്കെ വേണമല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ എന്ന് വിചാരിച്ചാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി, അല്ല, നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ വൾണറബിലിറ്റീസ് ഒരിക്കലും പറയാൻ പാടില്ല, നമ്മുടെ വീക്ക്നെസ്സസ് ഒരിക്കലും പറയാൻ പാടില്ല. അത് എവിടെയാണ് അവർക്ക് ചാൻസ് കിട്ടുന്നത് അത് ഉപയോഗിക്കും. അത് ലേഡി ബോസ് ആണെങ്കിലും മെയിൽ ബോസസൊക്കെ ചിലപ്പോൾ വേറെ ടൈപ്പൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള അനുഭവം എനിക്ക് ഒരു ബോസിൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ സെക്ഷൽ അഡ്വാൻസസ് ഒന്നും ഒരു ബോസും എൻ്റെ അടുത്ത് എടുത്തിട്ടില്ല.
അതായത് ഞാൻ റിപ്പോർട്ട് ചെയ്യണ ഒരു ബോസും എൻ്റെ അടുത്ത് എടുത്തിട്ടില്ല. അവരെല്ലാം അക്കാര്യത്തിൽ നല്ല നല്ല മനുഷ്യരായിരുന്നു. അപ്പോൾ ചിലരൊക്കെ പറയും ചേച്ചിയുടെ അടുത്ത് എടുക്കാനോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യണ മറ്റുള്ളവരൊക്കെ പറയും. ഞാൻ പറയും അങ്ങനെ ആരും എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല എന്ന് വലിയ ഗമയിൽ പറയുമ്പോൾ പറയും എടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം എന്താണ് കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് അവരത് ചെയ്യില്ല, അവർ തരമറിഞ്ഞേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു 50 വയസ്സ് വരെയാണ് ഞാൻ ഈ കോർപ്പറേറ്റിൽ നിരന്തരം ഓരോന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. 48 വയസ്സോടുകൂടി ഞാൻ ഫുൾ ടൈം വർക്കിംഗ് നിർത്തിയില്ല. ആ സമയത്ത് അവിടെ 2018 ആയപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ ഇവിടെ വന്നിരുന്നു കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെയും അങ്ങനെ ദാറ്റ് വാസ് മൈ ലൈഫ് പാറ്റേൺ, അതായിരുന്നു. അപ്പോഴും ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കണം. വി ഷുഡ് നെവർ എവർ കംപ്ലെയിൻ എബൌട്ട് യുവർ കൊലീഗ്സ് ടു യുവർ ബോസ്. അതും ചെയ്യാൻ പാടില്ല. അപ്പം എൻ്റെ ഒരു കോക്കസ് ഉണ്ടാകും. ചിലപ്പോൾ ആ ബോസിന് ആ കൊലീഗിനെ എൻ്റെ അടുത്ത് അപ്പുറത്തുള്ള കൊലീഗിനെ ആയിരിക്കും കൂടുതൽ ഇഷ്ടമെങ്കിൽ അവിടെ അവർ തമ്മിലൊരു കോക്കസ് ഉണ്ടാകും. ഇവർ ശരിയല്ല കേട്ടോ, ഇവർ എല്ലാവരും കുറ്റം പറഞ്ഞാൽ അങ്ങനെയും വരും. അപ്പോൾ വളരെ സൂക്ഷിച്ച് എന്താണ് മനസ്സിലുണ്ടാവേണ്ടതെന്ന് വെച്ചാൽ സാലറി മന്ത് അവസാനത്തിൽ കിട്ടുന്ന ഈ എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതം എന്ന് വിചാരിച്ച് മുമ്പോട്ട് പൊയ്ക്കൊള്ളണം. നമുക്ക് ആര് നമ്മളെ മാഡം എന്ന് വിളിച്ചില്ലേ, വിളിക്കണ്ട. നിങ്ങളെ ബഹുമാനിച്ചില്ലേ, ബഹുമാനിക്കണ്ട. മാസം കാശ് കിട്ടുന്നുണ്ടല്ലോ, അത് മതി. അതുകൊണ്ട് സൂക്ഷിക്കുക. ഈ എന്താ പറയണ എല്ലാം മുള്ളിപ്പത്തെറിച്ചതും അതും ഇതും ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയതും അച്ചാറുണ്ടാക്കിയതും എല്ലാം ഇരുന്ന് പറയും. അതൊക്കെ ഓക്കെ. അയ്യോ ഇങ്ങനെ അതൊക്കെ ഓക്കെ. അതൊന്നും നമുക്ക് വൾണറബിലിറ്റി അല്ല. അതൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഒത്തിരി കൊടുക്കുകയോ ഒരു ഓറഞ്ചിൻ്റെ അച്ചാറിട്ട് ഓറഞ്ച് അച്ചാറാണ് ഇട്ടേക്കണം, കൊള്ളാലോ, ഞാനിതുവരെ ഇട്ടിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്യാം. അല്ലാതെ കണ്ട് ഡോണ്ട് ഷോ യുവർ പ്രോവസ് ഇൻ അതർ തിങ്സ്. ചില സമയത്ത് അതും ചിലപ്പോൾ ബോൺസാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയാം, എൻ്റെ ആ ബോസ് എന്ന് പറഞ്ഞ സ്ത്രീക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്താലും നല്ല എന്ന് പറഞ്ഞ് കഴിക്കും. എന്നിട്ട് പറയും എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് കേൾക്കാം. ചിലരൊക്കെ ഉണ്ട് എല്ലാം ചെയ്യാൻ അറിയാമെന്ന്, ഡ്രൈവിംഗ് അറിയാം, കുക്കിംഗ് അറിയാം, ഫിനാൻസ് അറിയാം എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. എന്നൊക്കെ കുത്തി പറയുകയൊക്കെ ചെയ്യും. അപ്പം അത് നമ്മളെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ, ചേട്ടാ ഇതെന്നെ പറ്റിയാണല്ലോ പറയുന്നത്. ഓറഞ്ചിൻ്റെ അച്ചാർ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് പറയട്ടെ, ഞാൻ പെട്ടെന്ന് ഇവിടെ ഓറഞ്ച് ഇരിക്കുന്നുണ്ട്. ഈ ഓറഞ്ച് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോവാം. ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അറിയാമോ ഓറഞ്ചിൻ്റെ അച്ചാർ ഉണ്ടാക്കാൻ? ഇവിടെ അരവിന്ദിൻ്റെ ഓഫീസിൽ ഒരു പയ്യൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് നല്ലതായി. ഇപ്പോൾ കുറേ ഓറഞ്ചസ് മേടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ വെച്ച് ഉണ്ടാക്കാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാണ് പറയാനുള്ളത്. ടേക്ക് ഹോം ഇസ് കോർപ്പറേറ്റ് ലൈഫും പ്രൈവറ്റ് ലൈഫും വേറെ ആയിട്ട് കൊണ്ടു നടക്കണം. തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അടുത്ത ഒരു സെഗ്മെൻ്റ് ഉണ്ട്, ആ സെഗ്മെൻറ്റ് നിങ്ങൾ ഞെട്ടിപ്പോകും. അതുകൊണ്ട് അത് ഞാൻ പിന്നെ പറയാം. ആ സെഗ്മെൻറ്റിൽ എൻ്റെ കാര്യമല്ലാതെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൽ അസോൾട്ടിൻ്റെ കാര്യമല്ലേ, അത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഞങ്ങളൊക്കെ ഈ കംപ്ലയൻസസ്, അതായത് ഇൻറ്റേർണൽ കംപ്ലയൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ICC എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഉണ്ടാവണമെന്ന് നിയമമുണ്ട്. ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടപഴകി ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനത്തെ അഡ്വാൻസസ് ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ എവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യണം? അതിന് വേണ്ടിയിട്ടൊരു കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ പിന്നീട് പറയാം. അതിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം കേട്ടോ. കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ കമ്പനിയുടെ അതാരാണ് പറഞ്ഞതെന്നോ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ അതെവിടെ നടന്നതാണെന്നും ഞാൻ പറയത്തില്ല. കാരണം അതെന്താണെന്നറിയാവോ, അത് ചിലതൊക്കെ നമ്മൾ വളരെ സീക്രട്ടീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന്, മലയാളീസ് അല്ല എന്നാലും എവിടേക്കെങ്കിലുമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കുമല്ലോ. എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തറിഞ്ഞിട്ട് ഇനി അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകണ്ട, അവരുടെ വീട്ടുകാർക്ക് പ്രോബ്ലം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ആളുകളുടെ ഐഡൻറ്റിറ്റി പറയാതെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് പിന്നെ പറയാവേ. അടുത്തത്, ഇവിടെ മഴയായിരുന്നില്ലേ ഇന്നലെ? അപ്പോൾ മഴയും ആയിരുന്നു, പിന്നെ ഈ വാറും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് പരമാവധി നമ്മളുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട രീതിയിൽ തന്നെയാണ് ഇവിടെ. യാതൊരു പ്രശ്നങ്ങളും നമ്മൾ ദൈവം സഹായിച്ച് ആ ഏരിയകളിൽ പോയി നിൽക്കാത്തവർക്ക് പറ്റുന്നില്ല. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലെന്ന് പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് ആൾക്കാരിത് എടുക്കും.
ഫോട്ടോ ആയിട്ട് എടുക്കുകയോ വീഡിയോ ആയിട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അയച്ചു കൊടുത്തുന്നിരിക്കും. നിങ്ങൾ അവിടെ ഇരിക്കുകയല്ലേ, ഒരു ഷോട്ട് എടുത്ത് അയച്ചു വരുവാടാ, ചായ കുടിക്കാൻ പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് വല്ലതും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാറ്റ് ബോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ബോട്ട്, അത് AI ഒക്കെ, അതൊക്കെ ഇവർ ഓരോ ഇപ്പം ഇവിടെ എത്തിസലാത്തുണ്ട്, ഡൂ ഉണ്ട്, ഇത് 2 വഴിയാണ് നമുക്കിവിടെ വൈഫൈയും ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഈ ബോട്ട് വഴി. അതായത് ഇങ്ങനത്തെ ഇമേജസ് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് വാറിൻ്റെ ഒട്ടും അയക്കാൻ പാടില്ല എന്നുണ്ട്. ഈ മഴക്കെടുതികളുടെയും അയക്കുന്നത് ശരിയല്ലെന്ന് അവർ പറയുന്നത്. ഇത് അവരുടെ ഓൺ ലാൻഡാണ്, നമ്മുടെ ഡെമോക്രറ്റിക് കൺട്രി അല്ല ഇന്ത്യ പോലെ. ഇത് ഒരാളുടെ സ്വന്തമാണ്, ഇവിടുത്തെ ഷെയ്ഖിൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഒരിക്കലും ഇവരുടെ ലാൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ഇവരുടെ എന്താ പറയുക, ഇവരുടെ അനുകമ്പ കൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അല്ലാതെ ഇന്ത്യയിൽ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും പോയി താമസിക്കാൻ പറ്റുന്ന പോലെ അല്ലല്ലോ ഇവിടെ വന്ന് നമ്മൾ താമസിക്കുന്നത്, അല്ലേ? അവിടെയും റൂൾസൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ നമ്മുടെ ആരുടെ ഇന്നാളുടെ രാജ്യം എന്നല്ല, ഇവിടുത്തെ ഷെയ്ഖിൻ്റെ രാജ്യമാണത് കേട്ടോ. അപ്പോൾ ആരും ഈ മഴക്കെടുതികളും അതൊന്നും അവരുടെ രാജ്യത്തെ അധിക്ഷേപിക്കുന്ന പോലെയല്ലേ. ഒരു മരം ഒടിഞ്ഞ് വീണിട്ട് അവിടെ അഴുക്ക് ചാലിലൂടെ ആൾക്കാർ നടക്കുന്നത് അവരൊരിക്കലും അവർ ടോളറേറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കരുത് കേട്ടോ. ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ നിന്ന് അയച്ചു തരണമെങ്കിൽ അയക്കരുതെന്ന് പറഞ്ഞേക്കണം. ഒരു സ്ത്രീക്ക് അവരെന്തൊരു ഫോട്ടോഗ്രാഫറാണെന്ന് തോന്നുന്നു, 20,000 ദിർഹംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപയോളം പിഴ കിട്ടിയെന്നാണ് പറയുന്നത്. മഴക്കെടുതി റിപ്പോർട്ട് ഇങ്ങനെ അനുമതി എടുക്കാതെ, കൗൺസിലിൻ്റെ അനുമതി എടുക്കാതെ, ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് അതോറിറ്റീസൊക്കെ ഉണ്ട് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത്, അവരുടെ അടുത്ത് നിന്ന് അനുമതി എടുക്കാതെ അത് പബ്ലിഷ് ചെയ്തതിന് ഏതോ 1 ലക്ഷം രൂപയെങ്ങാണ്ട്, 1 ലക്ഷം ദിർഹംസാണ് കൊടുത്തത് പിഴ കോടതി. 50 ലക്ഷം ഇന്ത്യൻ രൂപ. അത് 50-60 ലക്ഷം, 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 50 അല്ലേ, അല്ല 25 ലക്ഷം. അതിൽ നിന്ന് കുറച്ച് 20,000 ആക്കിയത് ഭാഗ്യം അവരുടെ, അല്ലെങ്കിൽ എങ്ങനെ കെട്ടാനാണ് അല്ലേ? ഇവിടെ വല്ലത് ജയിലിൽ കിടക്കേണ്ടി വരും. 2 മാസം പിഴയും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതിനൊന്നും പോകരുത്. പിന്നെ വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മഴയുടെ ഭംഗിയും അതൊക്കെ കാണുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പൗരൻ്റെ, ഇവിടുത്തെ പൗരനോ അല്ലെങ്കിൽ വേറെ രാജ്യത്തെ പൗരനോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അവർ എവിടെയാണെന്നുള്ളത് മറ്റുള്ള ലോകത്ത് ആരെങ്കിലുമൊക്കെ അറിയുന്നത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ, അത് പബ്ലിഷ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൈവസി റൈറ്റിനെയാണ് നിങ്ങൾ ഹനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതും നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് വരും, ആരാണത് ചെയ്തതെന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് അധികം എടുക്കാത്തത്. എന്താണെന്ന് മനസ്സിലായില്ല, എന്തിനാ വെറുതെ എല്ലാപ്പോഴും എല്ലായിടത്തു കൂടി ആരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടാവും, പാസ് ചെയ്യുന്നുണ്ടാവും, അവരുടെ തലമുടിയൊക്കെ കാണും. അതുകൊണ്ട് അതൊരു ടെൻഷനാണ്. എന്തിനാ വെറുതെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മളിവിടെ ഇരുന്ന് ചെയ്യാൻ പാടില്ലോ. അതാണ് പോഡ്കാസ്റ്റിൽ ഒതുങ്ങുന്നത് ഞാൻ. പിന്നെ ഞാൻ മോഹൻലാൽ ഡൽഹിയിൽ കോടതിയിൽ ഒരു കേസ് കൊടുത്തതിനെ പറ്റി സംസാരിക്കണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ 22 മിനിറ്റായി. അത് മോഹൻലാൽ കേസ് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ, മോഹൻലാലിൻ്റെ സൗണ്ടും മോഹൻലാലിൻ്റെ വേഷമൊക്കെ ഇങ്ങനെ പല രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ ആളുകൾ പോർട്രേ ചെയ്യുന്നില്ലേ, അവർക്കൊക്കെ അഗൻസ്റ്റായിട്ട് ഇനി മോഹൻലാലിൻ്റെ അനുവാദം ഇല്ലാതെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ അഗൻസ്റ്റായിട്ട് മോഹൻലാലിന് നഷ്ടപരിഹാരമൊക്കെ ചോദിക്കാം, കോടികളൊക്കെ കിട്ടും. ഇപ്പം കോടതിയിൽ ഇപ്പം ഇനി ആ ഒരു പ്രൈവസി റൈറ്റ് ഹനിച്ചു എന്ന് പറഞ്ഞ് മോഹൻലാൽ ഇന്ന ആൾക്കാർക്ക് അഗെയിൻസ്റ്റായിട്ട് മോഹൻലാൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ബ്ലാങ്കറ്റ് ഓർഡർ കിട്ടും കോടതിയിൽ നിന്ന്. അതൊരു പ്രത്യേകതരം ഓർഡറുണ്ട്. അതായത് ഇപ്പം അതെങ്ങനെയാണെന്നറിയാമോ, ഇപ്പം ഞാൻ ഒരാളെ എൻ്റെ ഫോട്ടോ ഇപ്പോൾ XX കമ്പനി, ആ കമ്പനിയുടെ പേര് XS എന്നാണ് വിചാരിക്കട്ടെ, ആ കമ്പനി പ്രദർശിപ്പിച്ചു, എൻ്റെ അനുവാദം ഇല്ലെങ്കിൽ എനിക്ക് ആ കമ്പനിയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ കേസ് കൊടുക്കണ്ടേ? എന്നാലല്ലേ എനിക്ക് അവരുടെ നിന്ന് നഷ്ടപരിഹാരം വരാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ പേഴ്സൺ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് കോടതി അങ്ങ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ഇനി ഒരൊറ്റ ഓർഡർ മതി, ഈ ഒരു ഓർഡർ മതി. 15 പേര് ഹനിച്ചു എൻ്റെ ഇതെന്നും പറഞ്ഞാൽ 15 പേർക്ക് അഗൻസ്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ മേടിക്കണ്ട. അങ്ങനെയൊക്കെയുള്ള നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ള രാജ്യമാണ് നമ്മുടെ. അത് നമ്മൾ കോടതിയുടെ അടുത്ത് പോയി ചോദിക്കണം, അപ്പോൾ കിട്ടും. അപ്പോൾ ഇനി മോഹൻലാലിൻ്റെ ഇമേജസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ടോ അദ്ദേഹത്തെ മിമിക്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയൊക്കെ സൂക്ഷിച്ചോണം. അദ്ദേഹത്തിൽ നിന്ന് റിട്ടേൺ ആയിട്ട് അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതാണ്
പ്രൈവസി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ ഒരു ബോറിംഗ് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ എല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ച് കണ്ടും ജീവിച്ചാൽ നല്ലത്, ഏത് രാജ്യത്താണെങ്കിലും.